വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സംഭവം എന്നുള്ള രീതിയിലല്ല. ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പറ്റി നമ്മളൊക്കെ ഒന്ന് പുനരവലോകനം ചെയ്യേണ്ട തരത്തിലേക്ക് ഉള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും സംസാരിക്കുന്നതും കേവലം BJPയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കല്ല. ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഈ രാജ്യത്തെ നീതിയിലും നിയമത്തിലും ഒക്കെ വിശ്വസിക്കുന്ന പൗരബോധമുള്ള ഒരാളെന്നുള്ള രീതിയിൽ നീതി പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ വളരെയേറെ വ്യക്തിപരമായി പോലും വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഒരു വിഷയത്തിൽ അധികാരമുള്ള സ്ഥാനങ്ങളുള്ള പദവികളുള്ള ഒരാളൊരു ഭാഗത്തും ഇതൊന്നുമില്ലാത്തൊരു സാധാരണക്കാരൻ മറുഭാഗത്തും നിൽക്കുമ്പോൾ ഇവിടെ സ്റ്റേറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. 715 രൂപ മാത്രം ദിവസക്കൂലിക്ക് വേണ്ടി രാത്രി ബസ് ഓടിക്കുന്ന ഒരാളോട് നഗരത്തിലെ മുഴുവൻ അധികാരവും കൈയാളുന്ന നഗരപിതാവ് അല്ലെങ്കിൽ നഗരമാതാവ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് അയാളെ വ്യക്തിപരമായി ആക്ഷേപിച്ച് നിന്റെ തന്തയുടെ വകയാണോടാ റോഡ് എന്ന് ചോദിച്ചുകൊണ്ട് അയാളെ വഴിയിൽ തടഞ്ഞു നിർത്തി അയാൾക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അയാൾ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ അപമാനപ്പെടുത്തി അയാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിൽ അടപ്പിക്കുമ്പോൾ അയാളുടെ ജോലി പോലും നഷ്ടപ്പെടുത്തുമ്പോൾ അയാളുടെ ന്യായമായിട്ടുള്ള പരാതിയിലൊരു സ്വാഭാവിക നടപടിക്ക് പോലും ഈ പോലീസോ KSRTCയോ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത്? നേരത്തെ TP സെൻകുമാർ പറഞ്ഞു അല്പന് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി എന്തോ ചെയ്യും. ഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, അർഹതയില്ലാത്ത സ്ഥാനത്ത് ഒരാൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ക്രമേണ ആ സ്ഥാനവും നശിപ്പിക്കും, ആ വ്യക്തി സ്വയവും നശിക്കുന്നു. ഇതുപോലെ യോഗ്യതയില്ലാത്ത ആളുകൾ ഇത്രയും പ്രധാനപ്പെട്ട അധികാര സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മേയർ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ചെറിയൊരു സ്ഥാനമല്ല. നഗരപരിധിക്കുള്ളിൽ MLA-ക്കാളും MP-യെക്കാളും അധികാരമുള്ള ഒരാളാണ്. പ്രോട്ടോകോൾ പ്രകാരമാണെങ്കിൽ, ഓർഡർ ഓഫ് പ്രസിഡൻസ് പ്രകാരമാണെങ്കിൽ 18ാം സ്ഥാനത്ത് വരുന്ന ആളാണ്. നഗരത്തിൽ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കൊപ്പം സ്വീകരിക്കാൻ ചെല്ലാൻ അധികാരമുള്ള ആളാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത് ഈ പ്രോട്ടോകോൾ ആവട്ടെ, ഈ ഓർഡർ ഓഫ് പ്രസിഡൻസ് ആവട്ടെ, ഇതൊന്നും സാധാരണ ജനങ്ങളോട് ഇടപെടുമ്പോൾ ഉപയോഗിക്കാനുള്ളതല്ല. ഇതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള പൊതുവേദികളിൽ ഇവരുടെ സ്ഥാനം എന്താണ്, ക്രമം എന്താണ് എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയാണ്. അല്ലാതെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളെക്കാൾ അധികാരമുള്ള, അവരെക്കാൾ കൂടുതൽ അവകാശമുള്ള, അവരുടെ തലയ്ക്ക് മേതെ ചവിട്ടി നടക്കുന്ന ഒരാളായിട്ട് പെരുമാറാനുള്ള അവകാശമല്ല ഇതൊന്നും കൊടുക്കുന്നത്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നത്. ജനങ്ങളാണ് ഏറ്റവും വലിയ അധികാരം കൈയാളുന്നത്. അവരുടെ സേവകരായിട്ടും അവരുടെ പ്രവർത്തകരായിട്ടും നിൽക്കാനുള്ള അധികാരം മാത്രമേ ഏത് ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്കുള്ളൂ. എന്നാൽ ഇവർ വിചാരിക്കുന്നത് ഈ എന്താ പറയുക, നഗരസഭയുടെ പിതാവായിട്ടുള്ള ഞാന് ഏത് വാഹനത്തിൽ സഞ്ചരിച്ചാലും നഗരം മുഴുവൻ എന്റെ ചുറ്റും ഇങ്ങനെ എന്താണ് ഉപഗ്രഹങ്ങളെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരും എന്റെ സ്ഥാനവും എന്റെ മഹത്വവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം, ഞാൻ കാറിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ KSRTC ബസ്സൊക്കെ നിർത്തിയിട്ട് നടുറോട്ടിൽ ഇറങ്ങിയിട്ട് സല്യൂട്ട് അടിക്കണം എന്നൊക്കെയാണ്. ഇത് എന്തൊരു അധികാര ഗർവാണ് ഈ സ്ത്രീയെ നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള രീതിയിൽ. ഒരു KSRTC ബസ് തടഞ്ഞു നിർത്താൻ മേയർക്ക് അധികാരമുണ്ടോ? നേരത്തെ പറഞ്ഞ പോലത്തെ ഓർഡർ ഓഫ് റെസിഡൻസും പ്രോട്ടോകോളും ഒക്കെ ഉണ്ട്. പക്ഷെ KSRTC ബസ് തടഞ്ഞു നിർത്താൻ നിയമപ്രകാരം മേയർക്ക് അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 86 പ്രകാരം ഒബ്സ്ട്രക്ടിങ് ദ ഡ്യൂട്ടി ഓഫ് എ പബ്ലിക് സർവന്റ്, ഒരു നിയമപ്രകാരം ഒരു പൊതുകാര്യം നിർവഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകന്റെ ജോലിയെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന ക്രിമിനൽ ഒഫൻസ് ആണ്. അതിന് 3 മാസം തടവും പിഴവും മേയർക്ക് കിട്ടാൻ അധികാരമുണ്ട്. ഒരു KSRTC ജോലിക്കാരനെ അദ്ദേഹത്തിന്റെ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് പ്രൊഫഷൻ അദ്ദേഹത്തിന്റെ ജോലിയുടെ നടുവിൽ ആക്ഷേപിക്കുകയും ആക്രമിക്കാൻ തുനിയുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ്.